സാറ മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നു. മുന്നിൽ പരിചയമില്ലാത്തൊരാളെ കണ്ട് അവൾ അമ്പരന്നു. അവളുടെ കണ്ണുകൾ പിടച്ചു. ആരാ? ഞാൻ രാമചന്ദ്രൻ, സ്ഥലം SP. എന്താ എന്താ സർ? സാറ വെപ്രാളത്തോടെ എണീക്കാൻ ശ്രമിച്ചു. വേണ്ട വേണ്ട, എണീക്കണ്ട. ഞാൻ വന്നത് ഒരു കാര്യം അറിയാനാണ്. സർ, സാർ എന്നെ തന്നെയാണോ? അതെ, സാറാ മാനുവലിനെ തന്നെയാണ് എനിക്ക് കാണേണ്ടത്. നിങ്ങളിൽ നിന്നും തന്നെയാണ് എനിക്ക് ചിലതറിയേണ്ടത്. അയാളുടെ ഗൗരവം സാറയെ പരിഭ്രാന്തയാക്കി. സർ, പേടിക്കണ്ട, എനിക്കറിയേണ്ടത് ഞാൻ ചോദിക്കാം. നിങ്ങൾ സഹകരിച്ച ആരും ഒന്നും അറിയില്ല. പക്ഷേ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ. അയാളുടെ ശബ്ദം കടുത്തു. സാറ കാര്യമറിയാതെ കുഴഞ്ഞു. ഇച്ചായൻ്റെ ബിസിനസ് കാര്യങ്ങൾ വല്ലതുമാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല സർ. തെറ്റായി ഞങ്ങളൊന്നും ചെയ്യാറില്ല, അതുമാത്രമേ എനിക്കറിയൂ. എനിക്ക് അതാണ് അറിയേണ്ടതെങ്കിൽ നേരെ ഓഫീസിൽ പോയാൽ പോരെ സാറാ? പിന്നെ എന്താണ് സാറിന് അറിയേണ്ടത്? എനിക്കറിയേണ്ടത് ജെന്നിഫർ ആരുടെ മകളാണെന്നാണ്. അയാളുടെ ശബ്ദം ഒരു ഇടുത്തി പോലെയാണ് സാറയുടെ കാതിൽ പതിഞ്ഞത്. ഒരു നിമിഷം ചുറ്റും നിശ്ചലമായത് അവൾ അറിഞ്ഞു. സാറയുടെ ആ ഞെട്ടൽ അയാൾ പ്രതീക്ഷിച്ചതാണ്. വർഷങ്ങൾ കൊണ്ട് അവർ മൂടിവെച്ച രഹസ്യം എങ്ങനെ താൻ അറിഞ്ഞു? എന്തിനാണ് താൻ അത് തിരക്കുന്നത് എന്നൊക്കെയാകും ഇപ്പോൾ അവരുടെ മനസ്സിൽ. വിരട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടാകില്ല. സാറ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് ശരിക്കും അറിയുന്നതുകൊണ്ടാണ് താൻ നേരെ അവരുടെ അരികിൽ തന്നെ വന്നത്. പിന്നെ ജെന്നിഫറിന് ഇതിനെപ്പറ്റി അറിവില്ലെങ്കിൽ ആ ഒരു ഭീഷണി മാത്രം മതി ദേവന്റെ ജീവിതത്തിൽ നിന്നും അവളെ എന്നേക്കുമായി പടിയിറക്കാൻ. അയാൾ മനസ്സിൽ കണക്ക് കൂട്ടി. സാറാ, അയാൾ അവരെ വിളിച്ചു. സാർ, സാറെന്താ എന്നോട് ചോദിച്ചത് കേട്ടില്ലേ സാറാ? യൂട്രസ് ഇല്ലാതെ സാറയ്ക്ക് അമ്മയാകാൻ കഴിയില്ലല്ലോ. അപ്പൊ പിന്നെ ജെന്നിഫർ? സാർ, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജെന്നി എൻ്റെ മകളാണ്, ഞങ്ങളുടെ കുഞ്ഞാണ്. അവരുടെ കൈ ബെഡിൽ മുറുകി. അതെ, അങ്ങനെയാണല്ലോ നിങ്ങൾ ലോകത്തെ വിശ്വസിപ്പിച്ചത്. പക്ഷേ സത്യം അതല്ലല്ലോ സാറാ. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതിനുള്ള തെളിവ് ജെന്നിഫറിൻ്റെ മുഖത്ത് തന്നെയുണ്ട്. ദൈവം കരുതി വച്ച തെളിവ്. ഇനി പറയൂ സാറാ, നിങ്ങൾക്ക് എവിടുന്നാണ് ജെന്നിയെ കിട്ടിയത്? എനിക്കറിഞ്ഞേ തീരൂ. അതറിഞ്ഞിട്ടേ ഞാനിവിടുന്ന് പോകൂ. അയാളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. സർ പ്ലീസ്, എൻ്റെ മോൾ ഇവിടുണ്ട്. അവൾക്കൊന്നും അറിയില്ല. അവൾ എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല സർ. സാറ കരഞ്ഞുകൊണ്ട് കൈ തൊഴുതു പിടിച്ചു. അയാൾ അടുത്തുള്ള ചെയർ വലിച്ചിട്ടിരുന്നു. സാറ, നിങ്ങൾ കരയണ്ട. ഞാൻ മോളോടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ എനിക്കറിയണം അവളെ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയതെന്ന്. സർ, അതിപ്പോൾ എന്തിനാണ് സർ? വർഷങ്ങൾ പിന്നിട്ടില്ലേ? ഇപ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം അത് വേണോ? വേണം സാറാ. എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് കൂട്ടിക്കോ. സാറ പറഞ്ഞോളൂ. മോള് വരും മുന്നേ എനിക്ക് തിരികെ പോണം. അവൾ ലാബിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ വന്നത്. സർ, ഇതൊരിക്കലും എൻ്റെ ജെന്നി അറിയരുത്. ഇല്ല, അറിയില്ല. പക്ഷെ അവൾ അറിയാതെ ഇരിക്കാൻ എനിക്കൊരു ഡിമാൻഡുണ്ട്. അത് വഴിയേ പറയാം. ഇപ്പോൾ ഇത് പറയൂ.
വേഗം സാറാ, ഇല്ലെങ്കിൽ അറിയാലോ മൂളിങ് വരും. സാറ മുഖം അമർത്തി തുടച്ച് അയാളെ നോക്കി. സാറിന് എന്തോ ഉദ്ദേശമുണ്ട്, അതെനിക്ക് മനസ്സിലായി. സത്യം അറിയാതെ സാർ പോകില്ല, അതും മനസ്സിലായി. സാറിൻ്റെ ഡിമാൻഡ് അതെന്ത് തന്നെ ആയാലും എനിക്ക് സമ്മതമാണ്. ഞാൻ പറയാം, എല്ലാം പറയാം. സാറയുടെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. അവർ പറഞ്ഞു തുടങ്ങി. സർജറി കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരുന്ന വഴി കയ്യിലൊരു പൊതിയുമായി ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. പെട്ടെന്നാണ് ആ പൊതിക്കുള്ളിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിലുയർന്നത്. അയാൾ വലിയ വായിൽ അലച്ചുകൊണ്ട് ചുറ്റും നോക്കി കുഞ്ഞിൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അപ്പം തന്നെ ഞങ്ങൾക്ക് ഉറപ്പായി അയാൾ ആ കുഞ്ഞിനെ കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുമെന്ന്. ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല എന്ന വേദന എന്നിലെ സ്ത്രീയെ കാർന്ന് തിന്നുമ്പോൾ ഒരു പിഞ്ചു ജീവൻ പൊലിയുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. സർജറിയുടെ വേദനയും ക്ഷീണവും ഞാൻ മറന്നു. എൻ്റെ ഇച്ഛായനോട് പറഞ്ഞു അയാളുടെ പിന്നാലെ പോകാൻ തുടങ്ങി. അയാൾ അറിയാതെ കുറച്ച് പിന്നിലായി ഞങ്ങൾ അയാളെ പിന്തുടർന്നു. അയാൾ ആ നാട്ടുകാരനല്ലെന്ന് ഞങ്ങൾക്കുറപ്പായിരുന്നു. ഓരോ സ്ഥലവും അയാൾ സംശയത്തിൽ വീക്ഷിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ കടത്തിണ്ണയിലിരിക്കുന്ന ഒരു ഭ്രാന്തി സ്ത്രീയെ അയാൾ ഉറ്റുനോക്കി നിന്നു. ഞങ്ങളുടെ നെഞ്ചിൽ ഭാരമേറി. അയാൾ ഒട്ടും മടിക്കാതെ ആ കുഞ്ഞിനെ അവരുടെ മുന്നിൽ കിടത്തി തിരിഞ്ഞു നടന്നു. അവർ ആ കുഞ്ഞിനെ നോക്കുന്നത് കണ്ട് എനിക്ക് ഭയം തോന്നി. എൻ്റെ ഇച്ചായൻ എന്നോട് പറഞ്ഞു, നീ കുഞ്ഞിനെ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോ, ഞാൻ അയാളുടെ പിന്നാലെ പോയി നോക്കാമെന്ന്. ഞാൻ തലയാട്ടി. ഇച്ചായൻ അയാളുടെ പിന്നാലെ പോയി. ഞാൻ ചെന്ന് ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ അവർ എന്നെ നോക്കി ചിരിച്ചു. അവർക്ക് ഭ്രാന്തില്ല എന്നെനിക്ക് തോന്നിപ്പോയി. ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മാറോട് ചേർത്തു. അവൾ കുഞ്ഞി കണ്ണുകൾ ചിമ്മി. അവളുടെ വെള്ളാരം കണ്ണുകൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അവളുടെ ആ കുഞ്ഞു മുഖം എന്നെ ആ നിമിഷം ഒരമ്മയാക്കി. ഞാൻ അവളെ എൻ്റെ നെഞ്ചോട് ചേർത്തു. ആ കുഞ്ഞു മുഖത്ത് ദൂരെ ചുംബിച്ചു. അവൾ എൻ്റെ പ്രാണനായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഞാൻ അവളെയും കൊണ്ട് സ്റ്റേഷനിലേക്കല്ല, ഞങ്ങളുടെ വാടക വീട്ടിലേക്കാണ് പോയത്. അവളെ കയ്യിലെടുത്ത നിമിഷം ഞാനൊരമ്മയായി മാറിയിരുന്നു. എൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ അവൾ മയങ്ങുന്നത് അത്ഭുതത്തോടെ, അതിലുപരി സന്തോഷത്തോടെ ഞാൻ നോക്കിക്കണ്ടു. ഞാൻ ഇച്ചായനെ വിളിച്ചു. എനിക്ക് എൻ്റെ മോളെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥയിൽ ഈശോ തന്നതാണ് എനിക്ക് എൻ്റെ മോളെ എന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ നിർബന്ധം അതിൽ എൻ്റെ ഇച്ചായൻ വഴങ്ങി. അവൾ എന്നെ വിട്ടു പോയാൽ ഇച്ചായന് ഞാൻ നഷ്ടമാകുമോ എന്ന് ഭയം തോന്നിയിരിക്കാം. കാരണം അന്നത്തെ എൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു. എന്നിട്ടും ഇച്ചായൻ അയാളുടെ പിന്നാലെ പോയി. കുഞ്ഞിനെ അതിൻ്റെ അമ്മയിൽ നിന്നും തട്ടിയെടുത്ത് കൊണ്ടുവന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത്. കാരണം സ്വന്തം കുഞ്ഞിനെ കാണാതെ മറ്റൊരമ്മ വേദനിച്ചിട്ടാകരുത് ഞങ്ങൾ സന്തോഷിക്കുന്നതെന്ന് ഇച്ചായന് തോന്നി. പക്ഷെ അന്വേഷിച്ച് ചെന്നപ്പോൾ മനസ്സിലായി അത് അയാളുടെ മകളുടെ കുഞ്ഞു തന്നെയായിരുന്നുവെന്ന്. മകൾ ഓർമ്മയില്ലാതെ കിടപ്പാണെന്നറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഇച്ചായനും തോന്നി. ഈശോ ഞങ്ങൾക്ക് കനിഞ്ഞു നൽകിയ കുഞ്ഞാണതെന്ന്. അവൾ പിറന്നത്
അവരുടെ വയറ്റിലാണെങ്കിലും അവൾ വളർന്നത് എൻ്റെ നെഞ്ചിലെ ചൂടേറ്റാണ്. എനിക്ക് സർജറി കഴിഞ്ഞതുകൊണ്ട് ചുറ്റുമുള്ളവർക്ക് സംശയം തോന്നിയില്ല. കാരണം വീട്ടിൽ നിന്നും പിണങ്ങി ഞങ്ങൾ അവിടെ എത്തിയിട്ട് നേരെ പോയത് ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങളെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരുടെ കണ്ണിലും അവൾ ഞാൻ പ്രസവിച്ച കുഞ്ഞായി മാറി. എല്ലാവരും അറിയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞാണവൾ. അതിലായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം. അന്നു മുതൽ ഇന്നോളം അവൾ ഞങ്ങളുടേത് മാത്രമാണ്. ആർക്കും അറിയാത്ത രഹസ്യം. അത് സാറെങ്ങനെ? വേണ്ടി വന്നു. ഒന്ന് ചോദിക്കട്ടെ, അയാൾ എവിടെയാണുള്ളത്? ഈ കുട്ടിയുടെ അമ്മ? ജെന്നിയുടെ അമ്മ ഞാൻ തന്നെയാണ് സർ. പൊട്ടിക്കരച്ചിലോടെ അവർ പറഞ്ഞു. സാറ പ്ലീസ് പറയൂ, അവൾ ഹിന്ദുവാണോ? അതോ ഒരു നിമിഷം അവൾ ഹിന്ദുവിൽ ജനിച്ച കുട്ടിയായിരുന്നു എങ്കിൽ എന്നാഗ്രഹിച്ച് തന്നെ അയാൾ ചോദിച്ചുപോയി. അല്ല, എൻ്റെ മോൾ ക്രിസ്ത്യൻ തന്നെയാണ്. വലിയ തറവാട്ടുകാർ തന്നെയാണ്. കടുവാക്കുന്നേൽ കുര്യച്ചൻ, അതാണ് അവളുടെ വല്യപ്പച്ചൻ്റെ പേര്. മറ്റൊന്നും എനിക്കറിയില്ല. എല്ലാം കൊണ്ടും ഈശോ ഞങ്ങൾക്ക് തന്ന നിധിയാണ് എൻ്റെ മോൾ. സർ പ്ലീസ്, ഇനിയും എനിക്കൊന്നും പറയാനില്ല. സാറിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞോളൂ. ലക്ഷങ്ങളോ കോടികളോ എന്തായാലും ഞാൻ തരും. എൻ്റെ മോൾ എൻ്റേതല്ലെന്ന് മാത്രം പറയരുത്. കൈ തൊഴുതുകൊണ്ട് അവർ കരഞ്ഞു. അയാൾ ഒന്നും മിണ്ടാതെ എണീറ്റു. സാറ് അമ്പരന്ന് പോയി. സർ. അയാൾ വേഗം പുറത്തേക്കിറങ്ങി വാതിൽ ചാരി നടന്നകന്നു. പുറത്തുനിന്ന ജെന്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ടെസ്റ്റ് റിസൾട്ടും വാങ്ങി തിരികെ വരുമ്പോഴാണ് മമ്മിയുടെ കരച്ചിൽ കാതിൽ വീണത്. വാതിൽ തള്ളി തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ചോദ്യം കാതിൽ വീണത്. തറഞ്ഞു നിന്നുപോയി. പിന്നെ ഒക്കെ അറിയാൻ തോന്നി. വന്നത് ദേവേട്ടൻ്റെ വല്യച്ഛനാണെന്ന് ആ പേര് കേട്ടപ്പോൾ ബോധ്യമായി. പണ്ട് റാഗിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ ഉപയോഗിച്ച പേരാണ് SP രാമചന്ദ്രൻ. കാട്ടിൽ വെച്ച് ദേവേട്ടൻ പറഞ്ഞിരുന്നു അത് ദേവേട്ടൻ്റെ അച്ഛൻ്റെ ചേട്ടനാണെന്ന്. അപ്പോൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞത് അവിടെ അറിഞ്ഞു എന്നുറപ്പായി. ആ വിവരം പറയാൻ വന്നതാകുമോ എന്നവൾ ഭയന്നു. പക്ഷെ അറിഞ്ഞത് മറ്റൊരു വലിയ സത്യം, തൻ്റെ ജന്മരഹസ്യം. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തു. തൻ്റെ യഥാർത്ഥ പപ്പയും മമ്മിയും അല്ലതെന്ന് വിശ്വസിക്കാൻ അവൾക്കാകുമായിരുന്നില്ല. ഭിത്തിയിൽ ചാരി നിന്നവൾ പൊട്ടിക്കരഞ്ഞു. ഓർമ്മ വെച്ച കാലം മുതലുള്ളവ അവളുടെ മനസ്സിൽ ഒരു ചിത്രം കണക്കെ മിന്നിത്തെളിഞ്ഞു. അത് അവളുടെ വേദനയുടെ ആഴം കൂട്ടി. അവളുടെ കാലുകളുടെ ബാലൻസ് കുറഞ്ഞു. അവൾ നിലത്തേക്ക് ഊർന്നുപോയി. കാൽമുട്ടിൽ മുഖം അമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ തോളിൽ ഒരു കൈയമർന്നു. അവൾ ഞെട്ടലോടെ മുഖമുയർത്തി. ദേവേട്ടാ! ആർത്തലച്ചുകൊണ്ട് അവൾ പിടഞ്ഞെണീറ്റ് അവനെ ഇറുകെ പുണർന്നു. ജെന്നി, എന്താടാ? എന്താ പറ്റിയേ? മമ്മിക്ക് എന്തെങ്കിലും? പതർച്ചയോടെ അവൻ ചോദിച്ചു. ഇല്ല മമ്മിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ദേവേട്ടാ, മമ്മി എൻ്റെ സ്വന്തം മമ്മി അല്ല ദേവേട്ടാ. ഞടുങ്ങിപ്പോയവൻ. ജെന്നി, ഇതെങ്ങനെ? എൻ്റെ ദൈവമേ, ഒരിക്കലും ജെന്നി അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയും പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിൽ വെളിപ്പെട്ടല്ലോ. പക്ഷെ എങ്ങനെ? ഇനി വല്യച്ഛൻ? അതോ അച്ഛനോ? അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. തൻ്റെ നെഞ്ചിൽ ചാരി പൊട്ടിക്കരയുന്ന തൻ്റെ പ്രാണന്റെ കണ്ണീർ അവനെ ചുട്ടുപൊള്ളിച്ചു. അവളുടെ ആ വേദനയുടെ ആഴം അവൻ്റെ കണ്ണുകളെ നനയിച്ചു.
ജെന്നി, മോളെ, ഡാ. ഇടറിയ സ്വരത്തോടെ അവൻ അവളുടെ തലയിൽ തഴുകി. ദേവേട്ട, ഞാൻ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും മോളല്ല ദേവേട്ട. ഞാനേത് കുര്യച്ചൻ്റെ കൊച്ചുമോളാ. വലിയ തറവാട്ടുകാരാണെന്നാ മമ്മി പറഞ്ഞത്. ആരോട്? അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ദേവേട്ടൻ്റെ വല്യച്ഛനോട്. മമ്മി പറയുവാ, ഞാൻ കടുവാക്കുന്നയിൽ കുര്യച്ചൻ്റെ മകളുടെ മോളാണെന്ന്. അവർ ഉപേക്ഷിച്ചു പോയപ്പോൾ മമ്മി എടുത്ത് വളർത്തിയതാണെന്ന്. ആർത്ത് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞ പേര് കേട്ടതും ദേവൻ്റെ ഹൃദയം മിടിക്കാൻ പോലും മറന്നു. കടുവാക്കുന്നേൽ കുര്യച്ചൻ. അപ്പോ ജെന്നി? ദേവൻ്റെ ശ്വാസം നിലച്ചുപോയി. ജെന്നി! അവൻ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്തൊരവസ്ഥയായിരുന്നു അവന്. മനുശങ്കറിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. നിറഞ്ഞ അവളുടെ വെള്ളാരം കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു.